Hi everyone, once again welcome to Beat OET. ഇന്ന് നമ്മൾ ബീറ്റ് OETയിലൂടെ ലിസണിങ്ങിന്റെ പാർട്ട് സി എങ്ങനെ ഈസി ആക്കാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കം ഓൺ ലെറ്റ് സ്റ്റാർട്ട്. എല്ലാവർക്കും അറിയാം OET ലിസണിങ്ങിൽ പാർട്ട് സിയിൽ നിങ്ങളെ ലെങ്തി ആയിട്ടുള്ള 2 എക്സ്ട്രാക്റ്റുകളായിരിക്കും കേൾപ്പിക്കുന്നത്. ഒന്നുകിൽ അതൊരു പ്രസന്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയർ വർക്കറിനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഒരു എക്സ്ട്രാക്റ്റ് ആയിരിക്കും നിങ്ങളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ ഓരോ എക്സ്ട്രാക്റ്റും ഓൾമോസ്റ്റ് 4 to 5 മിനിറ്റ്സ് ലെങ്തി ആയിട്ടുള്ള എക്സ്ട്രാക്റ്റുകളായിരിക്കും. ഈ എക്സ്ട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് 6 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസും 3 ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ആദ്യത്തെ 31 to 36 വരെ നിങ്ങൾക്ക് 90 സെക്കൻഡ്സ് റീഡിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ എക്സ്ട്രാക്റ്റ് കേൾപ്പിക്കുന്നത്. അത് തീർന്നതിന് ശേഷം 37 to 42 നിങ്ങൾക്ക് വീണ്ടും 90 സെക്കൻഡ്സ് റീഡിംഗ് ടൈം തരും. എന്നിട്ട് നിങ്ങളെ സെക്കൻഡ് എക്സ്ട്രാക്റ്റ് കേൾപ്പിക്കും. സോ പല കുട്ടികൾക്കും OET ലിസണിങ്ങിന്റെ പാർട്ട് സി എന്ന് പറയുന്നത് ഒരു നൈറ്റ് മെയർ പോലെയാണ്, ഇല്ലേ? വളരെ ടഫാണ്. പല കുട്ടികൾക്ക് ഇതിന്റെ ആൻസർ കിട്ടാറേ ഇല്ല. നിങ്ങൾ കറക്കി കുത്തി ABC ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എഴുതാറാണ് ഉള്ളതെന്ന് പല ആൾക്കാരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ ഈസി ആക്കാമെന്ന് നോക്കിയാലോ. ഒന്നാമത്തേതായ ടിപ്പ് എന്ന് പറഞ്ഞത് പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ പ്രാക്ടീസ് മേക്സ് ദ മാൻ പെർഫെക്റ്റ് എന്നാണ്. സോ നിങ്ങൾ ഡെയിലി തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ OET ലിസണിങ് പാർട്ട് സിയെ സംബന്ധിച്ചിടത്തോളം പാർട്ട് എയോ BA പോലെയല്ല. ഇവിടെ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രേസ് അല്ല നമ്മൾ എഴുതുകയോ ടിക്ക് ചെയ്യുകയോ ചെയ്യേണ്ടത്. മറിച്ച് ഇവിടുത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻസുകളും ലെങ്തി ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഇവിടെ റീഡിംഗ് പ്ലസ് ലിസണിങ് എന്നുള്ള സ്കില്ലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റീഡ് ചെയ്യണം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, മനസ്സിലാക്കുകയും വേണം. ഇപ്പം ഈ രണ്ട് സ്കില്ല് തുല്യമായി നടന്ന് നിങ്ങളത് ഇൻ്റർപ്രറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കില്ല് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഡെയിലി നിങ്ങൾ ലെങ്തി ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രസൻറ്റേഷൻസ് ലിസൺ ചെയ്യുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബ്രെയിനെ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടിയാണ് ലെങ്തി ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നിങ്ങൾ കേൾക്കണമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഓരോ പ്രസൻറ്റേഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ അത് പോസ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മീനിങ് നിങ്ങളുടേതായ വേർഡ്സിൽ പാരാഫ്രൈസ് ചെയ്തു ഇൻ്റർപ്രറ്റ് ചെയ്തു നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇങ്ങനെ ഇംഗ്ലീഷിലുള്ള ലോങ്ങർ ടോക്സ് നിങ്ങൾ ലിസൺ ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ OETയിലേക്ക് വരുമ്പോൾ പാർട്ട് സി നിങ്ങൾക്ക് അത്ര ടഫായിട്ട് തോന്നുകയില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് 90 സെക്കൻഡ്സ് റീഡിംഗ് ടൈം ഉള്ളപ്പോൾ നിങ്ങൾ അത് വൈസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യനും ലെങ്തി ആയിരിക്കും, ഓപ്ഷൻസും ലെങ്തി ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ അല്പം പാടായിരിക്കും. അപ്പം നിങ്ങളുടേതായ ടേമിൽ അത് മാറ്റി അതിൻ്റെ ഒരു ചുരുക്ക രൂപം മനസ്സിലാക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ്റെ ആയാലും ഓപ്ഷൻസിൻ്റെ ആയാലും നിങ്ങളുടേതായ രീതിയിൽ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഡോക്ടർ തിങ്സ് ദാറ്റ് diverticulitis and its connection with the anti-inflammatory drug is due to എന്നൊരു ക്വസ്റ്റ്യൻ കണ്ട്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പം കണ്ടോ, ഇത് വളച്ചൊടിച്ച് അവർ കൊണ്ടുപോയേക്കുവാണ്. ഡൈവർട്ടിക്കുലൈറ്റിസിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൻ്റെയും കണക്ഷൻ എന്താണെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കണക്ഷൻ ബിറ്റ്വീൻ ഡൈവർട്ടിക്കുലൈറ്റിസ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്നുള്ള അതൊരു പാരാഫ്രേസ് ചെയ്ത് നിങ്ങളുടേതായ ടേമിൽ അത് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കണം. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. What does doctor find particularly demanding when dealing with the people who has diverticulitis? സോ ഇപ്പോൾ ഇത് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി അതിനകത്ത് അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഡോക്ടേഴ്സ് പേഷ്യൻസിനെ, ഡൈവർട്ടിക്കുലൈറ്റിസ് ഉള്ള പേഷ്യൻസിനെ കാണുമ്പോൾ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത്ര മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ്. അവർ വളരെ ലെങ്തി ആയിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ ആ 90 സെക്കൻഡ്സിൽ വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഏറ്റവും സിമ്പിൾ ടേംസിൽ
മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഓപ്ഷൻസ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് സെയിം ആയിട്ട് തോന്നും. അപ്പോൾ ആ ഓപ്ഷൻസിൽ എന്ത് ഡിഫറൻസ് ആണ്, ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന് സെക്കൻഡ് ഓപ്ഷനിൽ എന്ത് ഡിഫറൻസ് ആണ്, സെക്കൻഡ് ഓപ്ഷനിൽ നിന്ന് തേർഡ് ഓപ്ഷൻ എന്താണ് ഡിഫറെൻ്റ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ദാറ്റ് മീൻസ് ഓരോ ഓപ്ഷൻസിൻ്റെയും ക്വസ്റ്റ്യൻസിൻ്റെയും മീനിങ് മനസ്സിലാക്കി അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ പാർട്ട് സിയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അവർ പറയുന്നത് അതേപോലെ കറക്റ്റായിട്ട് ഓപ്ഷനോ ക്വസ്റ്റ്യനോ ആയിട്ട് അവിടെ തരുത്തില്ല, മറിച്ച് അത് പാരാഫ്രേസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഓപ്ഷൻ ആയിട്ടും തരുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ലിസൺ ചെയ്യുന്നത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പീനട്ട് അലർജിയെ കുറിച്ചുള്ള ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ അവിടെ പറയുന്നത് സ്റ്റാർട്ടിങ് ടു ഈറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് പീനട്ട്സ് എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അപ്പം നമുക്ക് ഓപ്ഷനകത്ത് അവർ തന്നേക്കുന്നത് ഗ്രാജുവലി ഇൻക്രീസ് ദ കൺസപ്ഷൻ ഓഫ് പീനട്ട്സ് എന്നായിരിക്കും. ഇപ്പം നോക്കൂ, ഈ ഗ്രാജുവലി ഇൻക്രീസ് ദ കൺസപ്ഷൻ ഓഫ് പീനട്ട് എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ പീനട്ട്സ് കൺസപ്ഷൻ കഴിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അവരങ്ങനെ കൺസപ്ഷനോ ഗ്രാജുവലി ഇൻക്രീസ് എന്നോ ഒരു വേർഡോ അതിൽ യൂസ് ചെയ്യത്തില്ല, മറിച്ച് അവരവിടെ എന്താണ് പറഞ്ഞത്, സ്റ്റാർട്ടിങ് ടു ഈറ്റ് സ്മോൾ എമൗണ്ട് ഓഫ് പീനട്ട്സ് എന്നാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് പാരാഫ്രേസ് ചെയ്ത് ഓപ്ഷനിൽ വേറെ പാരാഫ്രേസ് ചെയ്തുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളെല്ലാവരും ഈ ഡെർമറ്റോളജിയെ കുറിച്ചുള്ളൊരു ലിസണിങ് കേട്ട് കാണും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ഫേസിങ് ബൈ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കാണും. സോ നിങ്ങൾ ഓഡിയോയ്ക്കകത്ത് ലിസൺ ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും: പ്രയോറിറ്റീസ് ഫോക്കസ് ഓൺ ലാർജ് സ്കെയിൽ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസ് സച്ച് ആസ് ഡയബറ്റീസ് മെലിറ്റസ് ഹൈപ്പർ ടെൻഷൻ ക്യാൻസർ. സോ ഡെർമറ്റോളജിസ്റ്റ് ഷുഡ് മേക്ക് മോർ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ലിസണിങ്ങിൻ്റെ അത് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഓപ്ഷൻസിനകത്ത് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ, കറക്റ്റ് ആൻസർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നത് ലോ പ്രയോറിറ്റി ഗിവൺ ടു ഡെർമറ്റോളജി എന്നായിരിക്കും. നിങ്ങൾ ആ ഓഡിയോയിൽ എവിടെയും ലോ പ്രയോറിറ്റി എന്ന് കേൾക്കുകയില്ല. ഡെർമറ്റോളജിക്ക് ലോ പ്രയോറിറ്റി കൊടുത്തതെന്ന് നിങ്ങൾ ആ ഓഡിയോയിൽ അവർ പറയുകയില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, അവർ ഒരു കാര്യം പറഞ്ഞു: പ്രയോറിറ്റീസ് ആർ ഗിവൺ ടു മേജർ പബ്ലിക് ഇഷ്യൂസ്. കൂടുതൽ പ്രയോറിറ്റിയും കൊടുക്കുന്നത് മേജർ പബ്ലിക് ഇഷ്യൂസ് ആയി ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ക്യാൻസർ എന്നീ രോഗങ്ങൾക്കാണെന്ന് അവർ പറഞ്ഞു. ദാറ്റ് മീൻസ് നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കണം. അതിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കൊണ്ട് ഡെർമറ്റോളജിക്ക് ലോ പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കുന്നത് എന്ന്. സോ അവിടാണ് ഇന്റർപ്രിട്ടേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ലിസണിങ് പാർട്ട് സി നിങ്ങൾക്ക് കറക്റ്റ് ആക്കണമെങ്കിൽ ഒരു വേർഡിൻ്റെയോ ഏതെങ്കിലും ഒരു ഫ്രേസിൻ്റെയോ സിനോണിമോ പാരാഫ്രേസിങ്ങോ അറിഞ്ഞിട്ട് കാര്യമില്ല, മറിച്ച് ഒരു ലോങ് കോൺവെർസേഷൻ അത് പാരാഫ്രേസ് ചെയ്ത് പഠിക്കണം നിങ്ങൾ. പിന്നെ നിങ്ങൾ ലിസൺ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ടേഴ്സിനെ വളരെ ശ്രദ്ധിക്കുക. എന്താണ് ഡിസ്ട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇതുവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറയാൻ പോകുമ്പോൾ അവരൊരു ഇൻഡിക്കേഷൻ തരും. ഏതൊക്കെയാണ് ഡിസ്ട്രാക്ടേഴ്സ്? ഹൗഎവർ, ബട്ട്, സ്റ്റിൽ, ഓൾദോ, ഈവൻ ദോ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വേർഡുകളും ഡിസ്ട്രാക്ടേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഇതുവരെ എന്താണോ പറഞ്ഞത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാൻ വരികയാണ് എന്നാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. നിങ്ങൾ ലിസൺ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി വേർഡ് ഫോക്കസ് ചെയ്തിട്ട് വേണം ലിസൺ ചെയ്യാൻ. കാരണം ഡിസ്ട്രാക്ടേഴ്സ് വരുമ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കോ ഒരു കാര്യമോ ഒപ്പീനിയനോ ആയിരിക്കും അവർ പറയുന്നത്. സോ ഇത് നിങ്ങളുടെ ആൻസറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് OET പാർട്ട് സി ലിസണിങ് ഈസി ആക്കാനുള്ള ടിപ്സുകൾ. ഈ ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്ത് OET ലിസണിങ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് ഇതിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ആ 45 മിനിറ്റ്സ് വളരെ കോൺസെൻട്രേഷനോടുകൂടി ലിസൺ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് B ഗ്രേഡ് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തേക്ക് ബൈ ബൈ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.